വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ചുമ്മാ. നമ്മൾ ഇന്ന് കാണുന്ന പ്രീമിയം കുർത്തീസിൻ്റെ കളക്ഷൻസ്. നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ബുക്കിംഗ്സ് സൈറ്റ് വന്ന് ചെയ്യുക. www.glitzindia.com സൈറ്റ് ID, അല്ലെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റ് എത്താൻ പറ്റും. ഫസ്റ്റ് കുർത്തി വരുന്നത് നല്ലൊരു ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ചെറിയ വിവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനിൽ പിങ്ക് കളർ പ്രിൻറ്റ് വന്നിട്ടുള്ള നല്ല രസമുള്ളൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൽ ചെറിയൊരു ബൂട്ടി ഡിസൈനും കൂടെ പോയിട്ടുണ്ട്. നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതുപോലെ ക്ലോസ്ഡ് നെക്ക് വന്നിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തേക്കാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നല്ലൊരു റിച്ച് ലുക്കിൽ നല്ല ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റും. അല്ല സിംപ്ലി നിങ്ങൾക്കൊരു കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പാർട്ടി വെയർ ആയിട്ട് ഒരു ചെറിയ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുർത്തിയാണ് കേട്ടോ. സ്ലീവ്സിന് എൻഡിൽ ഇതുപോലെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയും നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളറുമാണ്. ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ്. 1299 ആണ് റേറ്റ്. ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ചെറിയ ബൂട്ടി ഡിസൈൻ കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ലിറ്റിൻ്റെ എൻഡ് പോർഷനിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിലിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളർ ലേസ് വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ. 1299 റേറ്റ്. 38 to 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ലൈറ്റ് ഗ്രേയിൽ പിങ്കും പീച്ചും കൂടി വന്നിട്ടുള്ള ഫ്ലവറാണ് വന്നേക്കുന്നത്. പ്രിൻറ്റ് വന്നേക്കുന്നത്. നെക്ക് ഇതുപോലെ ക്ലോസ്ഡ് നെക്ക് വന്നിട്ട് പോട്ടി ബട്ടൺ കൊടുത്തേക്ക് ചെറിയൊരു ബൂട്ടി ഡിസൈൻ ഫാബ്രിക്കിൽ പോയിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ടാണ്. സ്ലിറ്റിൻ്റെ എൻഡ് പോർഷനിൽ ആ ഒരു ബ്ലൂ കളറിലുള്ള ലേസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂവും ഗ്രേയും കൂടി, അതായത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് കറക്റ്റ് ഇതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത്. ഇതുപോലാണ് വർക്ക് വരിക. നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ്. 1299 ആണ് റേറ്റ് വരുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ലോങ് ആയിട്ടുള്ള കുർത്തി. ബാക്ക് പോർഷൻ ഇതുപോലെ 38 to 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷേ ഈ തിക്നെസ് ഉണ്ട്. നല്ല സ്ലീവ്സ് നെക്ക് പാറ്റേൺ നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് അതിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തേക്കാണ്. ചെറിയ പിൻടെക്സ് കൊടുത്തിട്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോകുന്ന രീതിയിൽ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ലൊരു സിംപ്ലി നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു കാഷ്വൽ ഡ്രസ് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. സിമ്പിളായിട്ടുള്ള കുർത്തി. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1199 ആണ്. നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ്. ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള ടോപ്പാണ്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ, ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലീറ്റിംഗ് പോയേക്കുന്നുണ്ട്. കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലും അവർ ഫ്രീ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. 38 to 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇത് വരുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഫാബ്രിക് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വന്നിരിക്കുന്നത്. നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് സിമ്പിൾ റൗണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിൽ ചെയ്തിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, പാറ്റേൺ ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ. സ്ലിറ്റിൻ്റെ എൻഡ് പോർഷനിൽ ഒരു ബോർഡർ പോലെ പോയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോടുകൂടിയുള്ള സ്റ്റിച്ചിങ് ആണ്. 1299 ആണ് റേറ്റ് വരിക. ഇങ്ങനെ വരുന്ന ലോങ് ആയിട്ടുള്ള കുർത്തി. ഇതിൻ്റെ വൺ സൈഡ് പോക്കറ്റ്സും വെച്ചിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ്സും വരുന്നുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റയറാണ്. നിങ്ങൾക്ക് കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ്. ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളതായിട്ട് ഇങ്ങനെ വരിക. ബാക്ക് പോർഷൻ പോലെ 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് പോയിരിക്കുന്നത്. നെക്ക് പാറ്റേൺ വൺ സൈഡിലേക്ക് വന്നിട്ട് പോട്ട്ലി ബട്ടൺ. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ്. സ്ലിറ്റിൻ്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാറ്റേണും കൂടി ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ്സും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. 1299 ആണ് റേറ്റ് വരിക. 38 to 46 സൈസാണ് അവൈലബിൾ. ലൂസ് ഫിറ്റ് വേണം എന്നാണെങ്കിൽ 38 വേണ്ടവർക്ക് 40 ഓപ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 38 ഇട്ടേക്കുന്ന കറക്റ്റ് ഫിറ്റിംഗ് ആണ് എനിക്ക്. അപ്പോൾ ലൂസ് ഫിറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.